വരണം വരണം ബോയ്സ്. ഇപ്പൊ പറഞ്ഞ നാവ് വാലേട്ടുള്ളൂ അല്ലേടോ മെമ്പറേ? ഓ വിളിപ്പിച്ച കാര്യം പറയണം ജോയ്. പോയിട്ട് പണിയുള്ളതാ. നല്ല സ്വയംഭ സാധനമാ. ഒരെണ്ണം ഒഴിക്കട്ടെ? വേണ്ട. നോ ഫോർമാലിറ്റീസ്. മെമ്പറായ എന്റെ മുമ്പിൽ കഴിക്കാനുള്ള മടിയോണ്ടാണോ? ഒരു മെമ്പർ വല്ലവന്റെ കോണം കഴി കിട്ടിയ പാട്ടം. ഇതിലും വേഗം തനിക്ക് തൂങ്ങിച്ചാവാൻ പാടില്ലായിരുന്നു. ഇതാണെങ്കിൽ തമ്മിലുള്ള ഡീല. താനോട് മാറിക്കേ. എന്റെ ദിവാര, താൻ കാര്യമാക്കണ്ട. പിള്ളേര് ചുമ്മാ പറഞ്ഞതാ. കം ടു ദി പോയിന്റ്. വാര വീട് ഒഴിപ്പിച്ചത് നമുക്ക് കിട്ടാനുള്ള പണം ശേഖര മുതലാളി തരും. മുതലാളിയുടെ വീട്ടിൽ വെച്ച്. ശരി, ഞാൻ ഇതോടെ ഈ ഏർപ്പാട് വിടുക. നമ്മൾ തമ്മിൽ ഇനൊരു കളി ഉണ്ടാവില്ല. മടുത്തു ജീവിക്കണ ഒരു മനുഷ്യനായിട്ട്. പറ. ചന്ദ്രു, ഞാൻ ഇന്നലെ ബ്രോക്കറെ കണ്ടിരുന്നു. ശാരിക്കൊരു ആലോചന. തരക്കേടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ചെക്കൻ കുവൈറ്റിലാ. എന്താ നിന്റെ അഭിപ്രായം? നല്ലതാണെങ്കിൽ നോക്കാം. വരാൻ പറയ്. നീ എങ്ങോട്ടാ? ഞാനിന്ന് ജംഗ്ഷൻ വരെ. എന്താ മോളെ, നിനക്കിത്തിരി നേരത്തെ ഇറങ്ങിക്കൂടെ? അതിന് കറണ്ട് വേണ്ടേ? ഷോ, ഇന്നും ആ ബസ് കിട്ടാതെ പോവല്ലോ. എടാ ചന്ദ്രുവേ, നീ ഇവിടെ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കടാ. ഓ പിന്നെ നടന്നങ്ങ് പോയാ മതി. എന്നോട് ബൈക്കിൽ പെൺകളെ കേറ്റാറേയില്ല. മോനെ, ഞാൻ നടന്നു പോയിക്കോളാം. ജീവനെങ്കിലും കിട്ടുമല്ലോ. പോട്ടേമ്മേ, വേഗം ചെല്ലു. പ്രിയ നിക്ക്, ഞാൻ കൊണ്ടാക്കാം. ആ കിളവന്റെ ചീത്തയേക്കുന്നേക്കാൾ നല്ലത് ഇതിൽ കയറി കെട്ടിപ്പിടിച്ചിരുന്ന ഞാനങ്ങ് കൊണ്ടാക്കാം. പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റിയൊരു സാധനം. സമയം മെനക്കെടുത്താതെ പോ മാഷേ. പിന്നെ ആ കിളവന്റെ ചീത്തവിളി അതൊരു ദിവസം കണക്കിന് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇങ്ങോട്ട് കേറ് പെണ്ണേ, കേറ്. ശരി, അതായിരുന്നല്ലേ മനസ്സിലിരിപ്പ്. കേറ്. ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടി ചട്ടിയിൽ. ഇത്രയേ ഉള്ളൂ നിന്റെ പിണക്കം. നിന്നെ എനിക്ക് അറിയുന്ന പോലെ നിന്റെ കോന്തൻ ചേട്ടൻ പോലും അറിയാം. എവിടെ പോകുന്നു നീ? ഇങ്ങോട്ട് വാടി പെണ്ണ്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വാടി. ഓ, ആ കൊച്ചിന്റെ ഗതികേടാ. ഇതാരൊക്കെ വരുന്നത്? ഞാൻ നിങ്ങളെങ്ങനെ തിരിക്കരുത്. ബാബാ, ഇരിക്കെ കസേര നീക്കിട്ട് ഇരിക്കുന്നേ. മിടുക്കന്മാരെന്ന് പറഞ്ഞ ഇവരാ. മോസ്തുതി പറയല്ലോ, നല്ല ചോണ പിള്ളേരാ ഇവര്. തീയിൽ കുരുത്തവരാ. ആ പിന്നെ തീ കുരുത്തവരെയാ നമുക്ക് ആവശ്യമുള്ളൂ. അതെ, ഒഴിച്ചങ്ങോട്ട് കഴിച്ചു. അതെ, ഗ്ലാസ് ഇരിക്കുക കഴിക്കാൻ. ഓ, പക്ഷെ ഈ ചുണക്കുട്ടന്മാരുണ്ടല്ലോ, നമ്മളെ അങ്ങോട്ട് ശേഖരനെ അങ്ങോട്ട് മറന്നുപോയി. നാശം. എവിടെ കിട്ടിയടോ ഇതിനെ? മനുഷ്യന്റെ കംപ്ലീറ്റ് മൂടും. നിങ്ങളുടെ തേർഡ് റേറ്റ് നാടകം ഉണ്ടല്ലോ, അത് കാണാൻ വന്നല്ലേ ഞങ്ങള്. ഞങ്ങൾ ചെയ്ത ജോലിയുടെ പ്രതിഫലം അത് തന്നാ പോയിരുന്നു. എന്റെ ചന്ദ്രു, നീ ഇവിടെ നിന്ന് ഇരിക്കേ. നീ എന്താ പതിവില്ലാത്ത പോലെ? ഈ ശേഖരൻ ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, പറഞ്ഞ അത് പാലിച്ചിരിക്കും. സുധാര, എടുത്തുണ്ടോ? ആ പിള്ളേരുടെ ഓരോ കാര്യങ്ങളേ. ഇതാണ് നമ്മുടെ ഡ്രീം പ്രോജക്റ്റ്. 1000 കോടി ചെലവ് വരും. ഈ പ്രോജക്റ്റ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശേഖർ ബിൽഡേഴ്സിന്റെ മുമ്പിൽ ഒരു പട്ടിയും വന്നു നിൽക്കില്ല. അതിന് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം. ഒരു ഉപകാരം. ഒന്നുമില്ലാന്ന്, ഒരു ചെറിയൊരു ഉപകാരം. നിങ്ങളുടെ ആ ചേരി പ്രദേശം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് ഭയങ്കര തലവേദന അല്ലേ? അത് ഒഴിപ്പിക്കാൻ പറ്റിയ ആൾക്കാർ നിങ്ങൾ രണ്ടുപേരും തന്നെയാ. ഇനി എത്ര വേണേലും പ്രതിഫലം ചോദിച്ചോ, ഞാൻ തരാം. സോറി സാർ. സാറേ, ഞങ്ങൾ ഈ പണി നിർത്തി. പട്ടിണിയാണെങ്കിലും വേണ്ടില്ല. പാവപ്പെട്ടവന്റെ കണ്ണീര് വീണിട്ടുള്ള ആ പണം ഇനി ഞങ്ങൾക്ക് വേണ്ട. ചെയ്തതിന്റെ കൂലി ആ 8 ലക്ഷം രൂപ തന്നാ ഞങ്ങൾക്ക് പോകാമായിരുന്നില്ല. ആ 8 ലക്ഷം തന്നില്ലെങ്കിലോ? വീടില്ല സാറേ. ഈ ചന്ദ്രു വന്നത് വാങ്ങാനാണെങ്കിൽ അത് വാങ്ങിച്ചിട്ടേ പോകൂ. അറിയാലോ നിങ്ങൾക്ക് എന്നെ. നിർത്തടാ, വീറ ചെക്കന്മാര്. നിനക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്നതിലും അതിനൊക്കെ അപ്പുറത്താണ് എന്റെ ഇരിപ്പിടം. എന്നെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാൻ വന്നിരിക്കുന്നവൻ. അതേടോ, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ശേഖരനും സുധാകരനും. താൻ ഏതു കോത്താഴ്ത്തി പോയി വാലും ചുരുട്ടിയിരുന്നാലും അവിടെ വരും ഈ ചന്ദ്രു. പോ സാറേ, 16 വയസ്സുള്ള പെൺകുട്ടിയുടെ അടുത്ത് മതി ഈ ശൗര്യം. ഇത് ഇനം വേറെയാ. ഈ ചുവന്ന കവളത്തൊന്ന് അറിഞ്ഞടിച്ച കുഴിയിലേക്ക് എടുക്കുന്ന കാലത്തും കാണും അതിന്റെ കറുത്ത പാട്. ചന്ദ്ര ചൂടാവതെ പോട്ടെ സാറേ, പിള്ളേരും എടുക്കന്മാരാ.
പിള്ളേര് ചുമ്മാ. സുധാര ബാങ്ക് കൊടുത്തേക്ക്. മക്കളെ, ഒരു കാര്യം, ഒരിക്കൽ കള്ളനായ പിന്നെ ജീവിതകാലം മുഴുവൻ കള്ളനായി ചിത്രീകരിക്കപ്പെടും. ഇത് ജോയിയുടെ വാക്ക, 14-ാം വാക്യം. ചന്ദ്രു, നമ്മുടെ പിന്നാലെ ആരൊക്കെയുണ്ട് ഒന്ന് നോക്കിയേ. ആ പണം സൂക്ഷിക്കും. സൂര്യ, നമ്മുടെ കാശ്. ശേഖർ സാറ് ടെൻഷൻ അടിക്കണ്ട, പോയിരിക്കുന്നത് ജോയിയുടെ പിള്ളേരാ, അവരിപ്പെങ്ങെത്തും. നല്ല ചുറുചുറുക്കുള്ള ആമ്പിള്ളേരെടുത്താ നമ്മുടെ കളി. അതാ എന്റെ ടെൻഷൻ. എന്റെ ശേഖർജി, ഞാൻ എത്ര വട്ടം പറഞ്ഞതാ അവർക്ക് ആ പണം കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന്. അതും 8 ലക്ഷം രൂപ. ഹൗ, 1 രൂപ കയ്യിന്ന് പോയാ പിന്നെ ടെൻഷൻ പറയാൻ വയ്യ. അപ്പ കേറും പിന്നെ ഒരു ഒടുക്കത്തെ BP. സുധാര, ശേഖരന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല, തെറ്റിയിട്ടുമില്ല ഇന്നേ ദിവസം വരെ. ഓരോ ദിവസവും ശേഖരൻ വെക്കുന്ന ചൂടുകൾ അളന്ന് കുറിച്ചിട്ടാ 15 വയസ്സ് തുടങ്ങിയതാ ശേഖരന്റെ ഈ ഓട്ടം. എന്നും ശേഖരൻ തന്നെയായിരുന്നു ഫസ്റ്റ്. ജോയേട്ടാ, ഗ്രേറ്റ്, നീ കൊള്ളാടാ. നിന്റെ ഈ പിള്ളാരും സ്നേഹിച്ച ശേഖരൻ ഹൃദയം പറിച്ചു തരും, മറിച്ചാണെങ്കി അതിങ്ങെടുക്കും. അതാ എന്റെ പോളിസി. സാറ് ധൈര്യമായിരിക്കേ, എന്തിനും ജോയി ഉണ്ടാവും കൂടെ. കൂട്ടത്തിൽ നമ്മുടെ പിള്ളേരും. അവന്മാരോട് പോവാൻ പറ. കൂട്ടത്തിൽ ഒരു ഭാഗം നശിച്ച വെട്ടിമാറ്റാണ് പതിവ്. സാറ് നോക്കിക്കോ, ഇനി കളി ജോയി അവന്മാരും തമ്മിലാ. സാറ് ഗാലറിയിൽ നിന്ന് കളി കണ്ടാൽ മാത്രം മതി. US എന്ന ഡിസൂസിയ എന്തായി നമ്മുടെ പ്രൊജക്ട് എന്ന് അയാള് ഭയങ്കര ചൂടില്ല. ഓ, എന്തൊരു തെറി. എന്ത് നഷ്ടപ്പെടുത്തിയിട്ടായാലും ആ നശിച്ച കോൾ നമ്മൾ പിടിച്ചെടുത്തേ പറ്റൂ. പിന്നെ ആ നശിച്ച പിള്ളേര് അത്ര നിസാരമായിട്ട് കാണരുത്. ഒന്നിനും പറ്റിയില്ലെങ്കിൽ പച്ചക്ക് ചൂടണം എല്ലാത്തിനെയും. നാശങ്ങള്. ഒന്ന് മെല്ലെ മക്കളി. മെല്ലെ എന്തേ? അടി മെല്ലെ വാങ്ങായിരുന്നല്ലേ? എന്റെ പുന്നാരാങ്ങനെ ഈ ചന്ദ്രോട്ടിനെ കൂടെ കൊണ്ടുവന്ന് നശിപ്പിക്കണേ. തല്ലുള്ള ചെണ്ടി പണം വാങ്ങാൻ ആരാരും എന്ന് പറഞ്ഞ പോലെ ഈ ചന്ദ്രു എന്ത് ചെയ്താലും ഈ പാവപ്പെട്ട എന്റെ തലയിലോട്ടാ എല്ലാവരെയും കേട്ട് ഇരിക്കല്ലേ. നിന്റെ മൂക്കിനിട്ടല്ലേ കിട്ടിയത്? അതിന്റെ നല്ലോണം ആവി പിടിച്ച മാറിക്കോളും. ഇനി എന്തൊക്കെ പുലിവാലാണാവോ ഇതിന്റെ പേര്? വീണൊന്നിനെയും എല്ലാത്തിനും എണ്ണി പകരം ചോദിക്കണം. നാഗർകോവിലാണ്, അച്ഛമ്മ വർഗീസാണ്. സത്യം സത്യം ചെല്ലു ചെല്ലു, ഇപ്പൊ എഴുന്നേറ്റ് നടക്കാനെങ്കിലും പറ്റും. ഇനി പകരം ചോദിക്കാൻ ചെന്നാൽ 1-നും 2-നും കൂടി പറ്റാണ്ടാകും. എന്റെ ചന്ദ്രുവേട്ടാ, സൂര്യേട്ടനോ വിവരമില്ല. ആ പണം പോട്ടെ, മറ്റുള്ളവന്റെ കണ്ണുനീര് വീണിട്ടുള്ള ആ കാശ് നമുക്ക് വേണ്ട. ആരെങ്കിലും കുടിക്കാൻ കൊണ്ടുവന്നാ തുടങ്ങി. തോറ്റു ഞാൻ. ദേ വെണ്ണുമ്പിള്ള പിന്നെയും തുടങ്ങി. അവളങ്ങനെ പലതും പറയും. നിങ്ങൾ കഴിക്കേ. ചന്ദ്രു വന്ന നിന്നെ കാത്തിരിക്കായിരുന്നു. വാ ഇരിക്കേ. അയ്യോ ചേട്ടാ, വെള്ളം തീർന്നു പോയി. പച്ചക്കിളേ,
പച്ചക്കിളിയേ മുത്തുച്ചരമേ പച്ചക്കിളിയേ മുത്തുച്ചരമേ